ആലുവ കുട്ടമശ്ശേരിയിലെ വിനോദസഞ്ചാര മേഖലയിൽ ലഹരി സംഘം കട തകർത്തതായി പരാതി. ലഹരി മാഫിയക്കെതിരെ സംസാരിച്ചതിന്റെ പേരിലാണ് ആക്രമിച്ചതെന്ന് കടയുടമ അരുൺ റിപ്പോർട്ടർ ടിവിയുടെ കോഫി വിത്ത് അരുൺ പരിപാടിയിൽ പ്രദേശത്തെ ലഹരി ഉപയോഗത്തെ പറ്റി കടയുടമയായ അരുൺ സംസാരിച്ചിരുന്നു. അലി അക്ബർ ഷാ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലുവ കുട്ടമശ്ശേരിയിലെ തുമ്പിച്ചാൽ ഭാഗത്താണ് ഇത്തരത്തിൽ ലഹരി സംഘം ഒരു കട തകർത്തു എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. ഈ പ്രദേശത്ത് കട നടത്തുന്ന അരുൺ, രാജി ഇവരുടെ രണ്ടുപേരുടെയും കടയാണ് ഇത്തരത്തിൽ ലഹരി സംഘം തകർത്തെന്ന പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ സ്ഥലത്ത് നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഒരു തവണ മോർണിംഗ് ഷോ നടത്തിയിട്ടുണ്ട്. അന്ന് ഈ പ്രദേശത്തെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിനെ പറ്റിയുമൊക്കെ രാജി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് സംസാരിച്ചിരുന്നു. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെയുള്ള ലഹരി ഉപയോഗിക്കുന്ന യുവാക്കൾ ഇത്തരത്തിൽ തങ്ങളെ സംഘം ചേർന്ന് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ചിലർ കടയിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് എന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ഇവരുടെ കട ഈ പ്രദേശത്തു നിന്നും തള്ളി വയലിലേക്ക് ഇടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശം എന്ന് പറയുന്നത് വിനോദസഞ്ചാരികൾ വൈകുന്നേരങ്ങളിൽ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ രാജിയാണ് ചേരുന്നത്. ചേച്ചിയാണ് അന്ന് നമ്മുടെ മോർണിംഗ് ഷോയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച ആൾ. എന്താണ് അതിനുശേഷം ഉണ്ടായത്? അതിനുശേഷം വന്നിട്ട് എന്തിനാണ് തുമ്പിച്ചാലിൽ ഇങ്ങനെ മയക്കുമരുന്ന് കച്ചവടം കൊണ്ട് കള്ള് കുടിക്കേണ്ടതെന്നൊക്കെ പറയണത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് രാത്രി കച്ചവടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറേ പേര് വന്നിട്ട് ചീത്തയൊക്കെ പറഞ്ഞ് ചേട്ടനെ ഹസ്ബൻഡിനെ തല്ലാനൊക്കെ തല്ലാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് റിപ്പോർട്ട് ചെയ്തത്, നിങ്ങൾ എന്റെ പറഞ്ഞാൽ പോരെ, എന്തിനാ ചേട്ടനെ തല്ലാൻ പോണേ പറഞ്ഞു. നിന്നെ ഒന്നും അധികം നാൾ കച്ചവടം ചെയ്യിക്കലടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളവും ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് പിന്നെ കുറേ നാളത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വണ്ടിയിൽ വലിച്ച് പറിച്ചൊക്കെ ഇട്ടേക്കായിരുന്നു. മേളിൽ ഈ ഒരു അലൂമിനിയത്തിൻ്റെ ഇതിങ്ങനെ അടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ എലിയൊക്കെ കയറാതിരിക്കാനായിട്ട്. അതിങ്ങനെ ഈ വലിച്ച് പറിച്ച് വെച്ചേക്കായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ബോർഡ് വെച്ചായിരുന്നു, ഇത് ഉപജീവന മാർഗ്ഗമാണ്, നശിപ്പിക്കരുത് എന്നിട്ട് ബോർഡ് വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വീണ്ടും പിന്നെയും അത് തന്നെ ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ ആദ്യം ശരിയാക്കി, പിന്നെ എന്താ വെച്ചാൽ കയറ് വെച്ച് കെട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പിന്നെയും വലിച്ചു കളഞ്ഞപ്പോൾ പിന്നെ വന്നിട്ട് പിന്നെയും ചേട്ടൻ ബോർഡ് കൊണ്ട് വെച്ചു, ഇത് റോട്ടിലാണ് ഇരിക്കണേ, നശിപ്പിക്കരുതെന്ന് മറ്റേ വീണ്ടും ബോർഡ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു നിന്റെ കടയാണെങ്കിൽ നീ കൊണ്ടുപോയി നിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അമ്മേനെ കൂട്ടി കുറേ തെറിയൊക്കെ പറഞ്ഞിട്ട് അവർ നിന്റെ കട ഇവിടെ വേണ്ടടാ, വരുത്തന്മാരെ അഴിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഒച്ചത്ത്. ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിയുടെ ഇതാണ് കട, അമ്മച്ചിയുടെ കൈ കിടന്ന വള പണയം വെച്ചിട്ടാണ് ഞങ്ങൾ കട എടുത്തത്. അച്ഛന് വയ്യ, അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഈ വിനോദസഞ്ചാരമൊക്കെ തുടങ്ങി എന്നും പറഞ്ഞിട്ട് വന്ന് ഞങ്ങളിവിടെ കച്ചവടമൊക്കെ തുടങ്ങുന്നത്. അമ്മച്ചിയാണ് സ്റ്റാർട്ടിങ് കച്ചവടം തുടങ്ങിയത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസ്കിൽ അതേപോലത്തെ ഒരു ഡെസ്ക് എടുത്തിട്ട് ആ ഡെസ്കിൻ്റെ മേളിൽ പായസവും ബജ്ജിയൊക്കെയാണ് ആദ്യം അമ്മച്ചി ചെയ്തത്. അതായത് ഈ റിപ്പോർട്ടിൽ നിങ്ങൾ ഇവിടെ ലഹരി ഉപയോഗം ഉണ്ട് എന്ന് പറഞ്ഞു എന്ന കാരണം പറഞ്ഞു തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? അതെ, അതിനാണ് മെയിനായിട്ട് ആദ്യം പ്രശ്നം തുടങ്ങിയത്. അതുവരെ ഒരു കുഴപ്പമുണ്ടായില്ലായിരുന്നു. അവരെ എങ്ങനെ ജീവിച്ചോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാണ്ട് കിടന്നിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. എനിക്ക് ഇവനത് മറിച്ച് കളഞ്ഞ് ഇവൻ ഇത് കൊണ്ടുപോയിക്കോട്ടെ, എനിക്കത് വേണ്ട. പക്ഷെ എനിക്കിത് മുഴുവനും ഒരു പുതിയ വണ്ടി അതിനോടത്തുള്ള സാധനങ്ങളും എനിക്ക് വേണം. ഇതിനകത്ത് ഇപ്പോൾ എത്ര രൂപയുടെ സാധനങ്ങൾ ഉണ്ടാവും? അതിനകത്ത് 10-30,000 രൂപയുടെ സാധനമുണ്ട്. വണ്ടിക്ക് തന്നെ നല്ല വിലയുണ്ട്. പിന്നെ അതിനകത്ത് ജ്യൂസർ, പിന്നെ ഗ്ലാസ്, പാത്രം, ചില്ലലമാര, സ്റ്റൗവ്, പിന്നെ ബജി ഉണ്ടാക്കണ പാത്രങ്ങൾ, അങ്ങനെ കുറേ പാത്രങ്ങൾ, പിന്നെ ചൂടാറാത്ത പാത്രങ്ങൾ, പിന്നെ പാക്ക് ചെയ്യണ കവറുകളും, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതിനകത്ത്. നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചെല്ലാൻ പറഞ്ഞ് സാറ് വിളിച്ചിട്ടുണ്ട്. ഇവരുടെ വീട്ടുകാരായിട്ട് യാതൊരു പ്രശ്നങ്ങളും, ഇത് അവരുടെ അച്ഛനോ അമ്മയോ മക്കളോ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇവളുടെ ഒപ്പം പഠിച്ചു വരുന്ന ചെറുക്കനാണ്, ഒരു പ്രശ്നവും ഇല്ലാത്തവനാണ്. ഇവനെന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അവന്റെ പേര് മോബിന്ന്. അവന് എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഞങ്ങൾ ഒരു മുൻവൈരാഗ്യങ്ങളോ ഒന്നുമില്ല അവനോട്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിന് മുമ്പ് ഇത്തരത്തിൽ എന്തെങ്കിലും ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അന്നേരം ആ ബോർഡ് വെച്ച സമയത്ത് പറഞ്ഞ് നിന്റെ കട ഇവിടെ വാഴിക്കൂലടാ, നീ അങ്ങനെ കട ഇവിടെ ജീവിക്കണ്ടടാ, വരുത്തന്മാരെ ഒന്നും ഞങ്ങളോട് വാഴിക്കൂല എന്ന് അവൻ അന്ന് പറഞ്ഞു. ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ സാധാരണ വൈകുന്നേരങ്ങളിൽ ആളുകൾ വരുന്നതാണല്ലോ, വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ലഹരി ഉപയോഗം വല്ലാതെ വർദ്ധിക്കുന്നുണ്ടോ ഈ സമയത്ത്? ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നന്നായിട്ട് കച്ചവടം ഉണ്ടായിരുന്നു. അത് ഇടക്കിടക്ക് പോലീസുകാർ വന്നുണ്ട്. പോലീസുകാരെ നോട്ട ഏരിയയാണ്. ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ കച്ചവടം ഉള്ളതാണ്. നമ്മളിവിടെ എത്തിയിരുന്നത് ഈ പ്രദേശത്തെ ഈ കായലുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനായിരുന്നു. അലി അക്ബർ ഷാ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. കുട്ടമശ്ശേരിക്ക് കരുതൽ വേണം, ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ തുറന്നു പറയുന്നതിന്റെ പേരിൽ ലഹരി സംഘം ആക്രമണം നടത്തുന്നു, അതിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വിധത്തിലും അംഗീകരിക്കാനാകില്ല.